ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ലുലുവിൽ സമ്മർ റീഡേഴ്സ് ഫെസ്റ്റ് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബുക്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരുപാട് ഇംഗ്ലീഷ് ബുക്സ് കൂടാതെ മലയാളം ബുക്സും ഉണ്ടായിരുന്നു കേട്ടോ. പല ജോൺറാൽ വരുന്ന ഹിസ്റ്ററി, ത്രില്ലർ, റൊമാൻസ്, ഫാൻറ്റസി. ഇപ്പോൾ അഡൾട്ട്സിന് വായിക്കുന്ന ബുക്ക് കൂടാതെ കിഡ്സിനുള്ള ബുക്സ് ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ഇത് DC ബുക്സ് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഐ കെയിം അപ്പോൺ എ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഈ ബുക്ക് എന്ന് പറയുന്നത് ശാന്തനു നായിഡു. നിങ്ങൾ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ രത്തൻ ടാറ്റ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ പോലെ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ. ഒരുപാട് വൈറലായിരുന്നു അവർ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ. അപ്പോൾ രത്തൻ സാറിന് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ശാന്തനു എഴുതിയൊരു ബുക്കാണ് കേട്ടോ ഇത്. ഒരുപാട് പേരുടെ ബയോഗ്രഫീസും അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫീസും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. KR മീര, ബെന്യാമിൻ, മുകുന്ദൻ, ബഷീർ സർ, ഇങ്ങനെ MT, ഇങ്ങനെ ഒരുപാട് പേരുടെ ബുക്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഒരുപാട് റെയർ ആയിട്ട് നമ്മൾ ഈ ഓൺലൈനിൽ മാത്രം വാങ്ങാൻ കിട്ടുന്ന കുറച്ച് ബുക്സ് ഉണ്ടല്ലോ, അതിൻ്റെയും കുറച്ച് നല്ല നല്ല കളക്ഷൻസ് ഞാനിവിടെ കണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഓതേഴ്സിൻ്റെ ബുക്സ് ഞാനിവിടെ കണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു 3 ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ബുക്ക് എന്ന് പറയണതേ ഇപ്പം ഭയങ്കര വൈറലായിട്ടുള്ളൊരു റൈറ്റർ ഉണ്ട്, സൃഷ്ടി ചൗധരി. പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ബുക്കാണെന്ന് തോന്നുന്നു, ലല്ലൻ സ്വീറ്റ്സ്. ഇതുപോലെ 3 ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബുക്കാണിത്. ഓഫറൊന്നും ഇല്ലെന്ന് തോന്നുന്നു, 350 റുപ്പീസ് ഉള്ളൂ. ഈ ഒരു ഫെസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 20-21 ഡേയ്സ് ഉണ്ടാവും. അപ്പം ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും ലുലു മോളിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, വലിയവർക്ക് വായിക്കാനുള്ള ബുക്സ് മാത്രമല്ല, കുട്ടികൾക്ക് വായിക്കാനുള്ള കിഡ് സെക്ഷനിൽ വരുന്ന ഒരുപാട് ടൈപ്സിലുള്ള സ്റ്റോറി ബുക്കുകളും അതുപോലെ തന്നെ കളക്ഷൻസൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വായിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാമല്ലോ. പിന്നെ ഫിക്ഷൻ ബുക്സ് മാത്രമല്ല വരുന്നത്, നോൺ ഫിക്ഷൻ കാറ്റഗറിയിലെ ബുക്സും അവൈലബിൾ ആണ്. അഗത ക്രിസ്റ്റിയുടെ ബുക്സ് ഇരിക്കുന്നുണ്ട ഒരു റോയില്. എല്ലാം ഏറെക്കുറെ സെയിം റേറ്റ് ആണെന്ന്, 450 തന്നെയാണെന്ന് തോന്നുന്നില്ല. എല്ലാം 450 റേഞ്ചിൽ വരുന്നതാണ്. ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ സീരീസിൽ വരുന്ന ബുക്കാണ്. റീഅപ്പിയറൻസ് ഓഫ് റേച്ചൽ പ്രൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പറ്റിയില്ല. ബുക്കായിട്ടല്ല, PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതിൽ കുറച്ച് പകുതിയോ അല്ല, കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ, ബാക്കി വായിക്കാൻ പറ്റിയില്ല. ഈ സീരീസിൽ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്, മറ്റേ 2 ബുക്കും വായിക്കാൻ പറ്റിയില്ല. ഇതും ഭയങ്കര വൈറലായിട്ടുള്ളൊരു ബുക്കാണ്, ലിറ്റിൽ ലൈഫ്, ഹാന്യ യാന ഗിഹാരയുടെ. ഭയങ്കര ഇമോഷണലും ഭയങ്കര ഹാർട്ട് വാമിങ് ആയിട്ടുള്ളൊരു ബുക്കായിട്ടാണ് പറയുന്നത്. ഇത് ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഇതൊക്കെ വായിച്ചിട്ട് ഈ ഫോറിനേഴ്സൊക്കെ വായിച്ചിട്ട് അവർ ഭയങ്കരമായിട്ടും ഈ കരയുന്ന പോലത്തെയൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര റേറ്റാണ്, 700 രൂപയാവും. അപ്പോൾ ഇതുവരെ വാങ്ങിയില്ല, എപ്പോഴെങ്കിലും വായിച്ചു നോക്കാം. ഇത് വായിച്ചവരൊക്കെ ഭയങ്കര നല്ല റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ബുക്സൊക്കെ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. എ ലിറ്റിൽ ലൈഫ്. സുധാമൂർത്തി എഴുതിയ ബുക്സിൻ്റെ കളക്ഷനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സുധാമൂർത്തിയുടെ ഒരു ബുക്കിൻ്റെ 3000 സ്റ്റിച്ചസ് ആണെന്ന് തോന്നുന്നു. കുട്ടികൾക്കും എല്ലാ ഏജിലുള്ളവർക്കും വായിക്കാൻ പറ്റുന്ന കുറച്ച് മോറൽ സ്റ്റോറീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബുക്കാണ്. നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുമ്പം പ്രൊഡക്ടിവിറ്റി, ഫൈനാൻസ്,
പിന്നെന്താണ് കുറച്ച് മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ കാണാൻ കഴിയും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ അബ്ദുൽ കലാം. എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അബ്ദുൽ കലാം സാർ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ളൊരു മറുപടി തരണം. നിങ്ങൾ എത്ര പേർക്ക് ചേതൻ ഭഗത്തിന്റെ ബുക്സ് ഒക്കെ ഇഷ്ടമാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ് കേട്ടോ പുള്ളിയുടെ ബുക്സിനെ പറ്റിയിട്ട് പൊതുവേ ഉള്ളത്. എനിക്ക് അത്ര ഫേവററ്റ് ഒന്നുമല്ല. ഞാൻ പുള്ളിയുടെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ, ഒരുപാട് നാളായി വായിച്ചിട്ട്. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഫ്രീഡ മെക്ഫാഡൻ ബുക്സ് ഒക്കെ ഉണ്ട്, ഒത്തിരി കളക്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര അടിപൊളി ബുക്കാണെന്നാണ് പറയുന്നത്. ഫ്രീഡ മെക്ഫാഡന്റെ വാർഡ് ഡി ഓഫറില്ല, 550 രൂപ. ഇത് നല്ല അടിപൊളി ബുക്കാണെന്നാണ് പറയുന്നത്. ബോയ് ഫ്രണ്ട്, അതിനൊന്നും വലിയ ഓഫറില്ല. സാലി റൂണി ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സാലി റൂണി, നോർമൽ പീപ്പിൾ, കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ്. ഈ മലയാളം മിസ്റ്ററി ബുക്സ് ഒക്കെ വായിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മലയാളം മിസ്റ്ററി ത്രില്ലർ ബുക്സ് ഒക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണേ കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് മലയാളം ബുക്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വായിച്ചു നോക്കാം. അയ്യോ, ഇത് കണ്ട അന്നേ റസൂലും സിനിമയല്ലേ ഇത്? അത് സ്റ്റോറി ആയിരുന്നാ, ബുക്കായിരുന്നാ? ബുക്കിനെ സിനിമയാക്കിയതാണോ? അന്നേ റസൂലും. ലൂസിഫർ, പ്രേമലു, പൊന്മാൻ. ഇതൊക്കെ മറ്റേ സിനിമയുടെ ഒക്കെ ബുക്ക് കോപ്പിയാണോ? സിനിമയുടെ ഒക്കെ ബുക്ക് ഫോർമാറ്റിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നല്ല മലയാളം പുസ്തകങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല മലയാളം ബുക്സ്. മലയാളം വായിക്കണമെന്നുണ്ട്, പക്ഷേ ഏതായിരിക്കും നല്ലത്, സ്റ്റാർട്ട് ചെയ്യാൻ ഏതായിരിക്കും ബെറ്റർ എന്ന് അത്ര ഐഡിയ ഇല്ല. അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നല്ല നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഗാന്ധിജി. ഇത് വിലക്കുറവാണെന്ന് തോന്നുന്നു, 295 ഉള്ളൂ. 27ാം പതിപ്പ്. ഇതാണ് കേട്ടാ KR മീരയുടെ പുതിയ ബുക്ക്, കലാച്ചി അല്ലേ? പുതിയ ബുക്കാന്ന് തോന്നുന്നു, കലാച്ചി. ദ നെയിം സേക്ക് ബൈ ജുംപാൽ ഹരി. ജുംപാൽ ഹരിയുടെ വേറെ ബോട്ട്സ് ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി റിവ്യൂവും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ബുക്കായിരുന്നു കേട്ടോ. കുറച്ച് പൊയറ്റിക് ലാംഗ്വേജ് ഒക്കെ വരുന്ന ബുക്കാണ്. പക്ഷേ ഈ ബുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതും അങ്ങനെ ആവാനാണ് സാധ്യത. നെയിം സേക്ക്.
ഓക്കെ, ഞാൻ ഈ 3 ബുക്സ് എടുക്കുവാണേ. ഒന്ന് 5 സർവൈവ് ബൈ ഹോളി ജാക്സൺ, ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ് കേട്ടോ. 5 സർവൈവ് ഏകദേശം 550 രൂപ വരും. 550 രൂപ വരും. പിന്നെ രണ്ടാമതെടുത്തത് ഗോഡ് ഓഫ് ദി വുഡ്സ് ബൈ ലിസ് മൂർ. ഇതും നല്ല റിവ്യൂസൊക്കെ ഉള്ള ബുക്കാണ്. ഞാൻ ഓൺലൈനിൽ അധികം ഇത് കണ്ടിട്ടില്ല. 600 രൂപയാവും. ഇതും ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ്. പിന്നെ രണ്ടാമതെടുത്തത് ഞാനൊരു ഇന്ത്യൻ ഓതറിൻ്റെ ബുക്ക് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് വാങ്ങുന്നതാണ്. സൃഷ്ടി ചൗധരിയുടെ ലല്ലൻ സ്വീറ്റ്സ്. നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബുക്കാണ് കേട്ടോ. റേറ്റ് ഏകദേശം 350 രൂപ വരും. എത്രയായി? 1499 ആഫ്റ്റർ ഡിസ്കൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ബുക്ക്. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ റീഡേഴ്സ് ഫെസ്റ്റ് നടക്കുവാണ് ലുലു മോളിൽ. വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് നോക്കിയെടുക്കുക. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ബുക്സും ഉണ്ട്, പല ജോൺറകൾ വരുന്ന ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും വരിക കേട്ടോ. അതായത് ഒരു 500 രൂപയ്ക്കൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 10% ഓഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബുക്സ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.